السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه. رب زدنا علما نافعا. അൽഹംദുലില്ലാ, കഴിഞ്ഞ ദിവസം നമ്മൾ നാലാമത്തെ മൊഡ്യൂൾ, അതായത് തൗഹീദൽ ഇബാദ, തൗഹീദൽ ഉലൂഹിയുടെ ഫസ്റ്റ് പാർട്ടാണ് കണ്ടത്. ഇന്ന് അതിൻ്റെ തുടർച്ച കാണാം. നമ്മൾ മെയിനായിട്ട് തൗഹീദൽ ഇബാദ എന്താണെന്ന് കണ്ടിരുന്നു അല്ലേ, അതിൻ്റെ വിശദീകരണം. ആളുകൾ എന്തുകൊണ്ടാണ് തൗഹീദൽ ഇബാദയിൽ നിന്ന് തെറ്റിപ്പോകുന്നത്, എന്താണ് അവരെ മുമ്പിൽ പ്രസന്റ് ചെയ്യപ്പെടുന്ന ന്യായവാദം അല്ലെങ്കിൽ ഒരു ലോജിക്കൽ ആർഗ്യുമെന്റ് അല്ലെ, അതിനകത്താണ് ആളുകൾ വീണു പോകുന്നത്. ആ വീണു പോകാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അറിയാത്തത് കൊണ്ടാണ് എന്നൊക്കെ നമ്മൾ കണ്ടു. പിന്നെ തൗഹീദൽ ഇബാദ ഉണ്ടാകേണ്ട അഞ്ച് കാര്യങ്ങളാണ് മെയിൻ. ആ 5 കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിലുടനീളം നമുക്ക് തൗഹീദൽ ഇബാദ സൂക്ഷിക്കാൻ പറ്റും എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അതിനകത്ത് ഒരു 3 കാര്യങ്ങൾ ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദുആ ഇബാദത്താണെന്ന് പറഞ്ഞു. സഹായം തേട്ടം അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രമാണെന്ന് പറഞ്ഞു. പിന്നെ തവക്കുലിന്റെ കാര്യവും പറഞ്ഞു അല്ലേ. എങ്ങനെയാണ് തവക്കുൽ ബാലൻസ് ചെയ്യേണ്ടത്, അതായത് മനുഷ്യന്മാരിൽ നമുക്കൊരു ലെവൽ ഓഫ് ട്രസ്റ്റ് ഉണ്ടായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മേലെ പോവാതെ അതിനെ എങ്ങനെ സൂക്ഷിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. കുറച്ച് ഉദാഹരണങ്ങളൊക്കെ നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ഒരു പക്ഷേ വന്നേക്കാവുന്ന പല ഉദാഹരണങ്ങളും നമ്മൾ കണ്ടു. ഇനി 2 പോയിന്റും കൂടെ ഉള്ളൂ, ഒരുപാടൊന്നും ഇല്ല ഡിസ്കസ് ചെയ്യാൻ ഇൻഷാല്ലാ. ബാക്കിയുള്ള 2 പോയിന്റ്സ് നമുക്ക് ഇന്ന് നോക്കാം ഇൻഷാല്ലാ. അതിൽ ഏറ്റവും ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് സ്നേഹം എന്ന ഘടകം. അത് ഏറ്റവും അൾട്ടിമേറ്റ്ലി അത് അള്ളാഹുവിനുള്ളതാണ്. അതായത് സുബ്ഹാനല്ലാഹ്, നമ്മളുടെയൊക്കെ ഉള്ളിലുള്ള ഒരു ഇമോഷണൽ ഫീലിംഗ് ആണ് അല്ലെ, എല്ലാവരുടെ ഉള്ളിലുള്ള ഒരു ഫീലിംഗ് ആണ് സ്നേഹം എന്ന് പറയുന്നത്. അത് പരമമായിട്ടുള്ള ആത്യന്തികമായിട്ട് അത് അള്ളാഹ്ക്കായിരിക്കണം. അതായത് അള്ളാഹുവിനെ ആയിരിക്കണം നമ്മൾ എല്ലാത്തിനും മേലെ ഇഷ്ടപ്പെടേണ്ടത്, എല്ലാത്തിനും മേലെ സ്നേഹിക്കേണ്ടത്. ഒരു പക്ഷെ നമ്മളൊക്കെ വാക്കുകൊണ്ട് അങ്ങനെ പറയുന്നവരായിരിക്കും അല്ലെ, എനിക്ക് അള്ളയും നബിയും കഴിഞ്ഞിട്ടേ ഉള്ളൂ നിങ്ങളെന്ന് പലരിടത്തും നമ്മൾ പറയാറുണ്ട്. പക്ഷെ അത് അങ്ങനെ തന്നെ നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കണം. അവിടെ ആ ഒരു ലെവല് തെറ്റിക്കഴിഞ്ഞാൽ അത് തൗഹീദൽ ഇബാദയിലുള്ള ഷിർക്കാണ്. സുബ്ഹാനല്ലാഹ്. അത് നമ്മൾ ഏതെങ്കിലും സൃഷ്ടികളെ അല്ലാഹു സുബ്ഹാനഹു തആലയേക്കാൾ മേലെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് തൗഹീദൽ ഇബാദയിലുള്ള ഷിർക്കാണ്. കേൾക്കുമ്പോൾ പേടിയാവേണ്ട കാര്യം തന്നെയാണ്. സുബ്ഹാനല്ലാഹ് അല്ലെ, എവിടെയും തൗഹീദ് ഉണ്ടോ, ഇഷ്ടത്തിലും സ്നേഹത്തിലും ഒക്കെ തൗഹീദ് ഉണ്ടോ? അപ്പം എങ്ങനെയാണ് ഈ ഒരു കോൺസെപ്റ്റിനെ വിശദീകരിക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ സ്വാഭാവികമായിട്ടും നമുക്കല്ലേ, നമ്മുടെ കുടുംബങ്ങള്, കുട്ടികള്, നമുക്ക് പ്രിയപ്പെട്ട ഒരുപാട് ആളുകളെ നമുക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, നമുക്ക് ഇഷ്ടമാണ്, സ്നേഹമുണ്ട് അവരോടൊക്കെ. അതേപോലെ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്തും ഇഷ്ടമുണ്ട് അല്ലേ. അപ്പം എങ്ങനെയാണ് ഇത് രണ്ടും തമ്മിൽ ഡിഫറെന്റ് ആയിരിക്കേണ്ടത്, അല്ലെങ്കിൽ എവിടെയാണ് നമ്മൾ ആ ഒരു ബാലൻസ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ഇഷ്ടം മനുഷ്യന്മാരോടുള്ള ഇഷ്ടത്തിനേക്കാൾ മേലെ നിർത്തേണ്ടത് എന്ന് നോക്കാം. എപ്പോഴാണ് നമ്മൾ അള്ളാഹുവിനോടുള്ള ഇഷ്ടത്തിനേക്കാൾ മേലെ അവരെ ഇഷ്ടപ്പെട്ടു പോണത്? എങ്ങനെയാന്ന് വെച്ചാൽ, അള്ളാഹുവിന് തൃപ്തിയില്ലാത്ത കാര്യങ്ങൾ, അതായത് അള്ളാഹു വിലക്കിയ കാര്യങ്ങൾ അവരോടുള്ള ഇഷ്ടത്തിന്റെ പേരിൽ നമ്മൾ ചെയ്യാം. അതേപോലെ അള്ളാഹു നിർബന്ധമാക്കിയ കാര്യങ്ങൾ അവരോടുള്ള ഇഷ്ടത്തിന്റെ പേരിൽ നമ്മൾ ചെയ്യാതിരിക്കാം. കഴിഞ്ഞ ദിവസം തവക്കുലിൽ പറഞ്ഞ കാര്യത്തിലും അവിടെയും ഈ വിധിവിലക്കുകൾക്കാണ് ഇമ്പോർട്ടൻസ് കേട്ടോ. അതായത് അള്ളാഹു നിർബന്ധമാക്കിയ കാര്യങ്ങൾ നിന്ന് മാറി നിൽക്കുക, അതായത് ശരിക്കും പറയുകയാണെങ്കിൽ അള്ളാഹുവിനെ അനുസരണക്കേട് കാണിക്കുക എന്നുള്ളത് അർത്ഥം. അള്ളാഹു വിലക്കിയ കാര്യങ്ങൾ നമ്മൾക്ക് ആരോടെങ്കിലും ഉള്ള ഒരു ഇഷ്ടത്തിന്റെ പേരിൽ ചെയ്യുക, അല്ലെങ്കിൽ അള്ളാഹു നിർബന്ധമാക്കിയ കാര്യങ്ങൾ ആരോടെങ്കിലും ഉള്ള ഒരു ഇഷ്ടത്തിന്റെ പേരിൽ ചെയ്യാതിരിക്കുക. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മൾ അവർക്ക് അള്ളാഹുവിന്റെ മേലെ സ്ഥാനം കൊടുക്കുന്നത്, അവരെ അള്ളാഹുവിന്റെ മേലെ നമ്മൾ ഇഷ്ടപ്പെടുന്നവരായി മാറുന്നത്. ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിന്ന് എടുക്കാനുണ്ടാവും ഈ ഒരു കാര്യം പറയുമ്പോൾ. സുബ്ഹാനല്ലാഹ്, നമുക്ക് ചിന്തിക്കുമ്പോൾ തന്നെ കിട്ടാവുന്ന ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഓക്കെ, ഓരോന്നായിട്ട് നോക്കാം. ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം പറയുമ്പോൾ, ഒരു പിതാവ് പലപ്പോഴും ഇപ്പോൾ വീട്ടിൽ പല ആവശ്യങ്ങൾക്കായിട്ട് ലോണുകൾ എടുക്കേണ്ട സാഹചര്യങ്ങൾ വരാറുണ്ട് അല്ലേ. ഒരുപക്ഷെ അൽഹംദുലില്ലാ നമ്മളൊക്കെ അത്തരം
ലോണുകളിൽ നിന്ന് സേവ്ഡ് ആയിരിക്കും. എന്നാലും ഇപ്പോഴും നമ്മുടെ കൗമിന്റെ ഇടയിൽ വളരെ കോമൺ ആയിട്ടുള്ള കാര്യം, അത്യാവശ്യമായിട്ടല്ലേ, എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ടല്ലേ, എൻ്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ടല്ലേ, അവർക്ക് വീടിന് വേണ്ടിയിട്ടല്ലേ, അവർക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടല്ലേ എന്ന് പറയുന്ന ഒരവസ്ഥ. അതായത് ഹറാമായിട്ടുള്ള ലോണുകൾ, ഹറാം ലോണുകൾ എന്ന് പറയുമ്പോൾ ഇൻട്രസ്റ്റ് ഉള്ള, പലിശയുള്ള, റിബ ഉള്ള ലോണുകൾ എന്തൊരാവശ്യത്തിന് തന്നെ ആണെങ്കിലും അത് അനുവദനീയമല്ല. പക്ഷെ പലപ്പോഴും കുടുംബത്തോടുള്ള, കുട്ടികളോടുള്ള, ഭാര്യയോടുള്ള അല്ലെങ്കിൽ വീട്ടുകാരോടുള്ള കൂടുതൽ കാരണം, ആത്മാർത്ഥത കൂടുതൽ കാരണം നമ്മൾ ലോണുകളിൽ, പലരും ലോണുകളിൽ ചെന്ന് എത്താറുണ്ട്. ഇവിടെ അള്ളാഹുവിനേക്കാൾ ഇഷ്ടം അവരായി മാറുകയാണ്. തൗഹീദ് അൽ ഇബാദയിലുള്ള ഷിർക്കാണ്. സുബ്ഹാനല്ലാഹ്. പിന്നെ ഇതേപോലെ മറ്റ് ഹറാമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ബിദഅത്തായിട്ടുള്ള കാര്യങ്ങൾ ഇതുപോലെ ആളുകളോടുള്ള ഇഷ്ടത്തിന്റെ മേലെ ചെയ്യാം. ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെയൊക്കെ ചുറ്റുപാടുണ്ട് അല്ലെ. അതൊരു ബർത്ത്ഡേ ആഘോഷങ്ങളാവാം. അതായത് അത്തരം ആഘോഷങ്ങളിൽ നമ്മൾ പങ്കെടുക്കുക, അല്ലെങ്കിൽ അത്തരം ആഘോഷങ്ങളെ നമ്മൾ ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ സപ്പോർട്ട് ചെയ്യാം. ഷിർക്കി ആഘോഷങ്ങൾ, സുബ്ഹാനല്ലാഹ് അല്ലെ, ഷിർക്കിപരമായിട്ടുള്ള ഒരുപാട് ആഘോഷങ്ങളും അന്യമതസ്ഥരുടെ, അന്യ വിഭാഗങ്ങളുടെ അവര് ദൈവത്തിൽ പങ്കുചേർക്കുന്നതിന്റെ ഭാഗമായിട്ട് നടത്തുന്ന ആഘോഷങ്ങളിൽ നമ്മൾ പങ്കുചേരുകയോ അത് പങ്കുചേരുന്നതിന് സപ്പോർട്ട് ചെയ്യുകയോ നമ്മൾ ആരോടെങ്കിലുമുള്ള ഒരു ഇഷ്ടത്തിന്റെ പുറത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇഷ്ടത്തിന്റെ പുറത്ത് ഇപ്പൊ കഴിഞ്ഞ ദിവസം പറഞ്ഞ തവക്കുലും അവിടെ വരാം. അല്ലോ ഇവരില്ലെങ്കിൽ ഞാൻ എന്താക്കുന്നു വിചാരിച്ചിട്ട് തവക്കുൽ അവിടെ ആവുന്നതിന്റെ പേരിലാവും. അല്ലെങ്കിൽ അല്ലോ ഇതെന്റെ സ്വന്തം അല്ലേ, ഇവർക്ക് എന്റെ കുട്ടികളെ വിഷമിപ്പിക്കണ്ട, ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യട്ടെ അല്ലെ, അല്ലെങ്കിൽ ബിദാത്തായിട്ടുള്ള കാര്യങ്ങൾ അവരെ വിഷമിപ്പിക്കണ്ട എന്നുള്ളതിന്റെ പേരിൽ, അള്ളാഹു സുബ്ഹാനഹു വതആലയേക്കാൾ മേലെ അവരെ ഇഷ്ടപ്പെടുന്നതിന്റെ പേരിൽ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പങ്കെടുക്കുകയോ പങ്കെടുക്കുന്നതിന് സപ്പോർട്ട് ചെയ്യുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ തൗഹീദ് അൽ ഇബാദയിലുള്ള ഷിർക്കാണ്. പലപ്പോഴും നമുക്കൊരു പക്ഷെ നമ്മുടെ കുടുംബാംഗങ്ങളെ അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവരെ അവർ പറഞ്ഞു കഴിഞ്ഞാൽ അവർ മാറി നിൽക്കാത്ത സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. അവിടെ നമ്മുടെ ഡ്യൂട്ടി നമ്മൾ ചെയ്യാം. അവരോട് നമുക്ക് ഇഷ്ടമുണ്ടോ ഇഷ്ടമില്ലേ, അവര് നമുക്ക് പ്രിയപ്പെട്ടതാണ്, എന്താണെങ്കിലും ഹലാലും ഹറാമാണ്. അത് ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കലും നമ്മൾ അതിൽ നിന്ന് മാറി നിൽക്കലും നമ്മളുടെ ഡ്യൂട്ടിയാണ്. ഓക്കെ. പിന്നെ സ്പെഷ്യൽ സാഹചര്യങ്ങൾക്കനുസരിച്ച് ചിലപ്പോൾ ചില കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യേണ്ടി വന്നേക്കാം. പക്ഷെ റൂൾ എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഹലാല്, അതായത് അള്ളാഹു സുബ്ഹാനഹു വതആല വിലക്കിയത് ആരുടെയെങ്കിലും ഇഷ്ടത്തിന്റെ പേരിൽ നമ്മൾ ചെയ്യുകയും അള്ളാഹു സുബ്ഹാനഹു വതആല നിർബന്ധമാക്കിയത് ആരോടുള്ള എങ്കിലുമുള്ള ഇഷ്ടത്തിന്റെയോ തവക്കുലിന്റെ മേലിൽ നമ്മൾ ചെയ്യാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അത് തൗഹീദ് അൽ ഇബാദയിലുള്ള ഷിർക്കാണ്. അതുപോലെ കുറെ ഇപ്പോഴത്തെ കല്യാണങ്ങളിൽ ഒരുപാട് ഇന്നോവേഷൻസ് ആണ്. കുറേ ബിദഅത്തായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരില്ല. അതൊക്കെ ആരോടെങ്കിലും ഇഷ്ടത്തിന്റെ പേരിലാണ് നമ്മൾ ചെയ്യുന്നതോ സപ്പോർട്ട് ചെയ്യുന്നതോ എന്നുണ്ടെങ്കിൽ അത് തൗഹീദ് അൽ ഇബാദയിലുള്ള ഷിർക്കാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല കൽപ്പിച്ചതുപോലെയുള്ള വസ്ത്രധാരണം അല്ലെ, അത് ആരോടെങ്കിലുള്ള ഇഷ്ടത്തിന്റെ പുറത്ത് നമ്മൾ അതിനെ കോംപ്രമൈസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ആരെങ്കിലും തൃപ്തിപ്പെടുത്താൻ വേണ്ടി കോംപ്രമൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വതആലയേക്കാൾ മേലെ അവരോടുള്ള ഇഷ്ടം ഉള്ളവരായി മാറുകയാണ്. അല്ലാതെ നമുക്ക് ആരെയും സ്നേഹിക്കാൻ പാടില്ല എന്നൊന്നുമല്ല. എല്ലാവരെയും ഇഷ്ടംപോലെ നമുക്ക് വേണ്ടടത്തോളം സ്നേഹിക്കാം. പക്ഷെ അതിന്റെ ലെവല് തെറ്റിപ്പോണത് അവരോടുള്ള ഇഷ്ടത്തിന്റെ പുറത്ത് അള്ളാഹിനോടുള്ള ഇഷ്ടം, അള്ളാഹ് പറഞ്ഞതിന്റെ കാര്യങ്ങൾ, അള്ളാഹിന്റെ കൽപ്പനകൾ അനുസരിക്കുന്നതിൽ നിന്ന് മാറി നിൽക്കലാണ്. അപ്പൊ നമ്മൾ ഇവിടെ ലോണുകളുടെ കാര്യം പറഞ്ഞു, ഹറാമായ ലോണുകൾ അല്ലെ, അതായത് പലിശയുള്ള ലോണുകൾ. ഹറാമായ ലോണുകളുടെ കാര്യം പറയുമ്പോൾ ഹലാലായ ലോണുകളുടെ കാര്യം കൂടെ എടുത്തു പറയണം. അതായത് ഹലാലായ ലോൺ എന്ന് പറയുമ്പോൾ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ലോൺ, അത് നമ്മളെ നാട്ടിൽ പറയുന്ന കടങ്ങൾ അല്ലെ, ആളുകളിൽ നിന്ന് കടം വാങ്ങല്, അല്ലെങ്കിൽ ചില ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് തന്നെ ഇൻട്രസ്റ്റ് ഇല്ലാതെ ലോൺ കൊടുക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. സുബ്ഹാനല്ലാഹ്. സത്യം പറയുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള കടം എന്ന് പറയുന്നത് ഇസ്ലാം വളരെ സ്ട്രിക്റ്റ് ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ്. നമുക്ക് ശരിക്കും അത്യാവശ്യമില്ലെങ്കിൽ ഏതെങ്കിലും ഒരു രീതിയിൽ നമുക്കൊരു സാധനം വാങ്ങാനുണ്ട്, ആ സാധനത്തിന് നമുക്ക് ഫുൾ പൈസ കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക. ഇനി ആ സാധനം വാങ്ങാനുള്ള അതിന്റെ കപ്പാസിറ്റി എനിക്കില്ല, ആ സാധനം ഒരു അത്യാവശ്യവും അല്ല എന്നുണ്ടെങ്കിൽ ആ കടം വാങ്ങല് ഇസ്ലാം യാചന പോലെയാണ് കണക്കാക്കുന്നത്. സുബ്ഹാനല്ലാഹ്. യാചന അങ്ങേയറ്റം അത്യാവശ്യമുള്ളപ്പോൾ മാത്രമേ ഇസ്ലാം അനുവദിക്കുന്നുള്ളൂ. ഇസ്ലാം ഏറ്റവും അധികം വെറുക്കുന്ന ഒരു കാര്യമാണ്. അപ്പം ഏതൊരാള് അതായത് അത്യാവശ്യമുള്ള കാര്യങ്ങൾക്കല്ലാതെ കടം, അതായത് ഇൻട്രസ്റ്റ് ഇല്ലാത്ത ലോൺ, ഹലാലായ ലോൺ വാങ്ങുന്നുവോ, അല്ലെങ്കിൽ
സ്വന്തം കയ്യിൽ എങ്ങനെയോ അത് കൊടുക്കാൻ ഫുൾ പൈസ ഉണ്ടായിട്ടും കടമായിട്ട് വാങ്ങുന്നുവോ അത്തരത്തിലുള്ള പൈസ വാങ്ങലുകൾ യാചനയായിട്ടാണ് ഇസ്ലാം കണക്കാക്കുന്നത്. അങ്ങനെ ശരിക്കും ഒരു ആവശ്യമില്ലാതെ നമ്മൾ യാചിക്കുകയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ ഖിയാമത്ത് നാളില് മുഖത്ത് തൊലിയില്ലാതെ വരുന്നവരെ കൂട്ടത്തിലായിരിക്കും. സുബ്ഹാനല്ലാഹ്. നമ്മളുടെ മീൻസിനനുസരിച്ച്, അതായത് നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല തന്ന റിസ്കിന്റെ കപ്പാസിറ്റിന്റെ അപ്പുറത്തേക്ക് ജീവിക്കുന്നത് ഇസ്ലാം എൻകറേജ് ചെയ്യുന്നേ ഇല്ല. നമുക്ക് എന്തെങ്കിലും വലിയ സാധനങ്ങൾ വാങ്ങാൻ നമുക്ക് കപ്പാസിറ്റി ഉണ്ടോ? അൽഹംദുലില്ലാ വാങ്ങാം. ഇല്ലേ അത് അത്യാവശ്യമല്ലെങ്കിൽ യാചനയിലേക്ക് പോകുന്നത് ഇസ്ലാമിന് തീരെ റെക്കമെൻഡഡ് ആയിട്ടുള്ള ഒരു കാര്യമേ അല്ല. ഓക്കെ, അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മൾ പ്രത്യേകം പഠിപ്പിച്ച ഒരു ദുആ ഉണ്ട് അല്ലെ, അല്ലാഹുമ്മ അക്ഫിനി ബിഹലാലിക അൻ ഹറാമിക വഅഗ്നിനി ബിഫദ്ലിക അമ്മൻ സിവാക്. ശരിക്കും പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളത് കടമുള്ളവർക്കുള്ള ദുആ എന്നാണ്. ഇതെല്ലാവർക്കും എപ്പോഴും ചെയ്യേണ്ട ഒരു ദുആ ആണ്. കാരണം കാഫി ആക്കാൻ വേണ്ടി ദുആ ചെയ്യാണ് അല്ലെ. നമ്മുടെ ജീവിതങ്ങള്, നമ്മുടെ ആവശ്യങ്ങള് അള്ളാഹുവിന്റെ ഹലാലായ മീൻസ് കൊണ്ട്, അള്ളാഹു തരുന്ന ഹലാല് കൊണ്ട് കാഫി ആക്കാൻ വേണ്ടി, കാഫി എന്ന് വെച്ചാൽ മതിയായതാക്കാൻ വേണ്ടി. അള്ളാഹു കാഫി ആക്കി കഴിഞ്ഞാൽ, അള്ളാഹു സഫീഷ്യന്റ് ആക്കി കഴിഞ്ഞാൽ നമുക്കൊരു 100 രൂപ കിട്ടിക്കഴിഞ്ഞാലും അത് ധാരാളമായിരിക്കും. എന്നാൽ അള്ളാഹു നമ്മളെ കാഫി ആക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ 1,00,000 കിട്ടിക്കഴിഞ്ഞാലും ആ സ്ഥാനത്ത് ചിലപ്പോൾ നമുക്ക് മതിയാവില്ല. അള്ളാഹു കാഫി ആക്കി കഴിഞ്ഞാൽ അള്ളാഹു ഈ 100 രൂപയ്ക്ക് ഒരുപാട് ബറക്കയിട്ട് തരും. കാരണം ഈ ബർക്ക എന്ന് പറയുന്നത് ഹലാലുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ. നമ്മൾ ഹലാലായിട്ട് ഉണ്ടാകുന്ന ഒരു സമ്പാദ്യം, അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാഫി ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്ര കുറച്ചും മതിയാവും. ശരിക്കും ഈ കാഫി എന്നുള്ള ഒരു കോൺസെപ്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ മുമ്പ് പറഞ്ഞൊരു ഉദാഹരണം തന്നെ എടുക്കാം. അതായത് ഒരാള് ഉപയോഗിച്ച ഒരു ഫോണ് വിൽക്കുകയാണ്. ഓക്കെ, അതിന്റെ എന്തോ ഒരു പാർട്ട്, മേ ബി സ്ക്രീൻ മാറ്റിയിട്ടുണ്ട്. പക്ഷെ വിൽക്കുമ്പോൾ ഇയാള് ഈ സ്ക്രീൻ മാറ്റിയ കാര്യം പറയുന്നില്ല, അത് ഹൈഡ് ചെയ്ത് വെക്കാണ് കൂടുതൽ പൈസ കിട്ടാൻ വേണ്ടിയിട്ട്. അവിടെ നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ തവക്കുൽ ഈ വാങ്ങുന്ന ആയില്ലേ, അയാളുടെ അടുത്ത് നിന്ന് കിട്ടുന്ന പൈസയിലായി. അപ്പം തവക്കുൽ മാറി, തൗഹീദ് മാറി, ശിർക്കായി അവിടെ. എന്നിട്ട് ഈ സ്ക്രീൻ മാറ്റിയിട്ടൊന്നുമില്ല, ഇത് ഒറിജിനൽ കണ്ടീഷനാന്ന് പറഞ്ഞിട്ട് ഒരാൾ 12,000 രൂപ കിട്ടി, വേറൊരാൾക്ക് ഇതിന് ഇന്ന കുഴപ്പമുണ്ട് എന്ന് പറഞ്ഞിട്ട് അയാൾ ഉള്ള സാഹചര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒരു 8,000-7,000 രൂപ അയാൾ വാങ്ങിയെന്ന് വിചാരിക്കാം. ഈ 12,000 വാങ്ങിയ ആള് ഒരു പക്ഷേ തിരിച്ചു വരുന്ന വഴിക്ക് അയാൾക്ക് ഒരു ചെറിയ ആക്സിഡന്റ് പറ്റി, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി, കുറെ ടെസ്റ്റുകളൊക്കെ ചെയ്ത് അവിടെ ഒരു 5,000 കൊടുത്ത് വീട്ടിൽ തിരിച്ചെത്തുമ്പോഴാണ് ഭാര്യ പറയുന്നത് മോട്ടോർ കേടായിന്, ആ പ്രശ്നമുണ്ട്, ഈ പ്രശ്നമുണ്ട്, അവിടെ ചെലവാക്കി, അതിന്റെ മുകളിൽ വേറെ ഒരു 8,000 കൊടുത്ത്, അങ്ങനെ അയാളുടെ കയ്യിൽ ചിലപ്പോൾ ഒരു 1,000 രൂപ ബാക്കി ഉണ്ടാവും. സുബ്ഹാനല്ലാഹ്. അയാൾ വിചാരിക്കും നന്നായിട്ടോ ഞാനിത് 12-ന് വിറ്റത്, അതുകൊണ്ടല്ലേ എനിക്ക് ചെലവൊക്കെ മീറ്റ് ചെയ്യാൻ പറ്റിയത് എന്ന്. സുബ്ഹാനല്ലാഹ്. എന്നാൽ മറ്റേ ആള് സത്യസന്ധമായിട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്ത് ഇതേ ഫോണ് ചിലപ്പോൾ 7,000-നോ 8,000-നോ വിറ്റപ്പം അയാൾക്ക് തിരിച്ചു വരുമ്പോൾ സുബ്ഹാനല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ബർക്കത്തുണ്ടല്ലേ അയാൾ കുറച്ച് ഗിഫ്റ്റൊക്കെ വാപ്പക്കും ഉമ്മക്കും കുട്ടിയൊക്കെ കുറച്ച് സ്വീറ്റ്സും ഒക്കെ വാങ്ങി അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ബാക്കി 5,000 സേവിങ്സിലും വെച്ച് അൽഹംദുലില്ലാഹ്. സത്യം പറയുകയാണെങ്കിൽ 2 കൂട്ടരും കാഫിയാണ് അല്ലെ. ആദ്യത്തെ ആൾ വിചാരിച്ചു മാഷാ അല്ലാഹ് ഞാൻ ഇത്രയും പൈസക്ക് വിറ്റതുകൊണ്ട് എനിക്ക് ഈ കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റി, 1,000 റുപ്യ എനിക്ക് സേവിങ്സിലും ഉണ്ടായി, ബാക്കി 11,000 നോൺസെൻസിന് സ്പെൻഡ് ചെയ്യുകയും ചെയ്തു. എന്നാൽ രണ്ടാമത്തെ ആൾക്കും അൽഹംദുലില്ലാഹ് കാഫിയാണ്, ഞാൻ വാങ്ങിയ പൈസ കുറച്ച് അത്യാവശ്യം ചെലവുകളൊക്കെ ചെയ്ത് ബാക്കി 5,000 ഞാൻ സേവും ചെയ്ത്. അയാൾക്ക് ഇഹത്തിലേക്കും പരത്തിലേക്കും സേവിങ്സ് ആയി അല്ലെ. എന്താ ഡിഫറൻസ്? ആദ്യത്തെ ആള് ഹറാമിലാണ് കാഫി ആയത്, അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന്, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമത്തിന് എതിരായിട്ട് പോയിട്ടാണ് അയാളുടെ കാഫി ആയത്. രണ്ടാമത്തത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഹലാലിനാണ് അല്ലെ. വഅഗ്നിനി മിൻ ഫദ്ലിക്, അള്ളാഹു നിന്റെ ഫദ്ല് കൊണ്ട് നീ എന്നെ റിച്ച് ആക്കണേ എന്നാ പറഞ്ഞിട്ടുള്ളത് അല്ലെ. ഫദ്ൽ എന്ന് പറയുന്നത് നമ്മൾ ഏൺ ചെയ്യുന്നതിനേക്കാളും മേലെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തരുന്നതാണ്. അള്ളാഹുവിന്റെ ഫദ്ല് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റിച്ച് ആവാൻ വേറെ എന്താ വേണ്ടത് അല്ലെ. അപ്പം ഈ ഒരു ദുആ എപ്പോഴും കയ്യിൽ കരുതാം. കാരണം അള്ളാഹ് സഫീഷ്യന്റ് ആക്കി കഴിഞ്ഞാല് എന്ത് കാര്യവും, അത് പൈസ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലെ എല്ലാം കാഫി ആയിരിക്കും. അല്ലാഹുമ്മ അക്ഫിനി ബിഹലാലിക അൻ ഹറാമിക അല്ലെ. ഹറാമ് വേണ്ട, നമുക്ക് ഹലാല് കൊണ്ട് കാഫി ആക്കിയാൽ മതി. വഅഗ്നിനി ബിഫദ്ലിക, നിന്റെ ഫദ്ല് കൊണ്ട് തന്നെ റിച്ച് ആക്ക റബ്ബേ അമ്മൻ സിവാക. സുബ്ഹാനല്ലാഹ്. നമുക്ക് ഔദാര്യം ആരുടെ അടുത്തുനിന്നും ചോദിക്കണ്ട അല്ലെ. നിന്റെ അടുത്ത് നിന്നല്ലാതെ വേറൊരാളുടെ ഔദാര്യം വേറൊരാളോട് യാചിച്ചിട്ടുള്ളത് നമുക്ക് വേണ്ട. എന്തൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുആ ആണല്ലേ. ദിവസവും സ്ഥിരമായിട്ട് ചെയ്യാത്തവര് സ്ഥിരമായിട്ട് ചെയ്യാം.
ഓക്കെ. അപ്പം കടം വരാൻ വേണ്ടി കാത്തു നിൽക്കണ്ട, ഈ ദുആക്ക് സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ അത്തരത്തിലുള്ള സാഹചര്യങ്ങളെ തൊട്ട്. മാത്രമല്ല നമുക്കറിയാം, കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് മരണം ഏത് സമയത്തും നമ്മളെ തേടി വരാം. നമുക്കൊരു ഉറപ്പുമില്ലല്ലോ നാളെയാണോ ഇന്നാണോ എന്നുള്ളത്. അപ്പൊ നമ്മള് കടത്തിലായിരിക്കുന്ന അവസ്ഥയിൽ മരണം നമ്മളെ പിടികൂടി കഴിഞ്ഞാല് ഭയങ്കര അപകടം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് അല്ലേ, നിങ്ങളെ സ്വർഗത്തിൽ തടയുന്ന ഒരു കാര്യം കടമാണെന്ന്. അബ്ദുല്ലാ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിവേദനം ചെയ്ത ഒരു ഹദീസ്, മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിനകത്ത് പറയുന്ന ഒരു കാര്യമുണ്ട് അല്ലേ, യുഗ്ഫറു ലിശ്ശഹീദി കുല്ലു ദംബിൻ ഇല്ലദ്ദീൻ. കടമൊഴിച്ചുള്ള എല്ലാ പാപങ്ങളും രക്തസാക്ഷിക്ക്, ഷഹീദിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുന്നു അല്ലേ. ഒരു ഷഹീദിന്റെ സ്റ്റേറ്റസ് എന്താന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. എത്രത്തോളം ഉയർന്ന നിലയിലാണ് അവര്. അവർക്ക് കടം ഒഴികെ ബാക്കിയുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല കടമുള്ള അവസ്ഥയിൽ മരണപ്പെടുന്നതിനെ തൊട്ട് നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പം ഇത്തരത്തില് നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആലയേക്കാൾ മേലെ എന്തിനോടെങ്കിലും ആരോടെങ്കിലും ഇഷ്ടമുള്ളതിന്റെ പേരിൽ നമ്മൾ അള്ളാഹുവിനെ അനുസരണക്കേട് കാണിച്ചുകൊണ്ട്, അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ട്, അള്ളാഹു നിർബന്ധമാക്കിയ കാര്യങ്ങൾ ചെയ്യാതിരുന്നു കൊണ്ട് നമ്മൾ ജീവിക്കുന്നുണ്ടെങ്കിൽ, അത്തരത്തിലുള്ള സ്നേഹം നമുക്ക് ആരോടെങ്കിലും ഉണ്ടെങ്കിൽ അത് തൗഹീദ് അൽ ഇബാദയിലുള്ള ഷിർക്കാണ്. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി ഇതിന് വേറൊരു ലെവലും കൂടെ ഉണ്ട് കേട്ടോ. അതായത് നമുക്ക് നമ്മുടെ നഫ്സിനോടുള്ള ഒരു ഇഷ്ടം. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലുള്ള ആളുകളോടും അല്ലേ, നമുക്ക് പ്രിയപ്പെട്ടവരോടൊക്കെ ഉള്ള ഇഷ്ടം ഇങ്ങനെ മെല്ലെ മെല്ലെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് അള്ളാഹിന്റെ നിയമത്തിനേക്കാളും വലുതല്ല എന്നുള്ള രീതിയിൽ നമ്മൾ കൊണ്ടുവരും. എന്നാലും ബാക്കി നിൽക്കുന്ന ഒരു സംഭവമുണ്ട്, നമുക്ക് നമ്മുടെ നഫ്സിനോടുള്ള ഇഷ്ടം. പലപ്പോഴും പല തെറ്റുകളും അല്ലെ, തെറ്റാണെന്ന് അറിഞ്ഞിട്ട് നമ്മൾ ആ തെറ്റുകളിൽ ചെന്ന് ചാടുന്നത് നമ്മുടെ നഫ്സിന്റെ ആ ഒരു സുബ്ഹാനല്ലാഹ്, നഫ്സിന്റെ ടെംപ്റ്റേഷനിൽ പെട്ടിട്ടാണ് അല്ലെ. അള്ളാഹുവിനേക്കാൾ ഇഷ്ടം നമുക്ക് നമ്മുടെ നഫ്സിനോട്. നമ്മളൊക്കെ എപ്പോഴും പലപ്പോഴും പെട്ടുപോകുന്നത്, എപ്പോഴും ദുആ ചെയ്യുക അള്ളാഹുവിന്റെ അടുത്ത്. സുബ്ഹാനല്ലാഹ്, വല്ലദീന ആമനു അഷദ്ദു ഹുബ്ബൻ ലില്ലാഹ്, ആ ഒരു ആയത്ത് സൂറത്തുൽ ബഖറയിലെ ഈ ആയത്തിനെ ബേസ് ചെയ്തിട്ട് അള്ളാഹുവിനുള്ള നമ്മുടെ ഇഷ്ടത്തിന് വിലയിരുത്തുന്ന രീതിയിലുള്ള ഒരു ക്ലാസ് മുന്നേ എടുത്തതുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അതൊന്ന് കേട്ടു നോക്കുന്നത്. എവിടെയാണ് നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ഇഷ്ടം, അത്ര കഠിനമായിട്ടുള്ള ഇഷ്ടം, ശരിക്കും വല്ലദീന ആമനു വിശ്വസിച്ചവരിൽ നമ്മൾ പെടുന്നുണ്ടോ എന്നുള്ളത് അറിയാൻ. ഏറ്റവും ചുരുങ്ങിയത് ഓക്കെ, അങ്ങനെ ഒരു ലെവൽ ഉണ്ട്, അവിടേക്ക് നമുക്ക് എത്തണം എന്ന് ആഗ്രഹിക്കാനും അതിനുവേണ്ടി ദുആ ചെയ്യാനും, ഒരുപക്ഷെ അതിനുവേണ്ടി ദുആ ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഹിദായത്ത് അതിനുവേണ്ടി ലഭിക്കാനും നമ്മളെ സഹായിക്കും. ഇത്തരത്തില് എവിടെ നമ്മൾ എത്തണം, എപ്പോഴും എന്ത് കാര്യത്തിൽ നമ്മൾ എവിടെ എത്തണം എന്ന് നമുക്ക് മനസ്സിലായാലേ അതിനുവേണ്ടി നമുക്ക് ആഗ്രഹിക്കാനും ദുആ ചെയ്യാനും പ്രവർത്തിക്കാനും കഴിയുള്ളൂ. അപ്പൊ നമ്മളിപ്പോഴും അഷദ്ദു ഹുബ്ബൻ ലില്ലാഹിൽ എത്തിയിട്ടുള്ള ആളുകളല്ല അല്ലെ. നമ്മുടെ നഫ്സിന് എവിടെയോ നമ്മൾ അള്ളാഹുവിനേക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ട് തന്നെയാണ് നമ്മൾ വീണ്ടും 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 പല തിന്മകളിൽ ചെന്ന് പെട്ടുപോണത്. അപ്പം ആ ഒരു അവസ്ഥ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം ഇൻഷാ അല്ലാഹ്. അപ്പം എപ്പോഴും സ്നേഹം എന്ന് പറയുന്ന ആ ഒരു എലിമെന്റ് അത് ഏറ്റവും അധികം കൊടുക്കേണ്ടത് അള്ളാഹുവിനാണ്. അള്ളാഹുവിന്റെ മേലെ ആർക്കെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ അതെങ്ങനെയാ മനസ്സിലാക്കുക, അവർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി വിലക്കുകൾക്ക് എതിരെ പോകുന്നവരായിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് അനുസരണക്കേട് കാണിക്കുന്നവരായിരിക്കും. അള്ളാഹു അത്തരത്തിൽ പെടുന്നവരെ തൊട്ട് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ. ഇനി അവസാനത്തെ ഒരു പോയിന്റ്, ഭരണം, നിയമനിർമ്മാണം. അതിലെവിടെയാ തൗഹീദ്? സുബ്ഹാനല്ലാഹ്. നോക്കാം. നമുക്കറിയാം എല്ലാ നിയമങ്ങളും അല്ലെ, നമ്മള് ഇസ്ലാമികമായിട്ട് നോക്കുമ്പോൾ നിയമങ്ങൾ ഉണ്ടാക്കേണ്ടത്, വിധിവിലക്കുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നാണ്. ഇസ്ലാമിലെ എല്ലാ മേഖലകളിലും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ശരീഅത്ത് ഉണ്ട് അല്ലെ. അത് ഞാനാണ് നിശ്ചയിക്കുന്നത്, അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് നിശ്ചയിക്കുന്നത്, അള്ളാഹു പറഞ്ഞിട്ടുള്ള കാര്യമാണ് അല്ലെ. അപ്പം പല കാര്യങ്ങളിലും നമ്മൾ അള്ളാഹുവിന്റെ നിയമത്തിന് അപ്പുറത്തേക്ക്, ഫണ്ടമെന്റൽ ആയിട്ടുള്ള അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ അള്ളാഹുവിന്റെ നിയമത്തിന് അപ്പുറത്തേക്ക് നമ്മൾ നമ്മളുടെ സ്വന്തമായ നിയമങ്ങൾ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അത് തൗഹീദ് അൽ ഇബാദയിലുള്ള ഷിർക്കാണ്. സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സുബ്ഹാനല്ലാഹ്. എങ്ങനെയാണ് നമ്മൾ ഡയറക്ട്ലി ഒരു ഇൻഡയറക്ട്ലി ഇതിനകത്ത് പെട്ടുപോണതെന്ന് നോക്കാം. ഇപ്പൊ നമ്മൾ ഇന്ത്യ പോലെയുള്ള ഒരു നോൺ ഇസ്ലാമിക്, നമ്മുടേത് ഒരു സെക്യുലർ രാജ്യം അല്ലെ, ഡെമോക്രാറ്റിക് രാജ്യമാണ്. നമുക്ക് രാജ്യത്തിന്റെ നിയമങ്ങളുടെ കാര്യത്തിൽ നമുക്ക് ഒരു കൺട്രോളും ഇല്ല. പക്ഷെ ഇവിടെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക, നമ്മളെ സംബന്ധിച്ചിടത്തോളം
അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ നിയമങ്ങൾക്ക് എതിരെ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പരമാവധി ശ്രമിക്കാം. അല്ലാതെ നമ്മുടെ രാജ്യത്തിന്റെ നിയമം ഇസ്ലാമിക നിയമമാക്കാൻ നമുക്ക് നിർവാഹമില്ല, അല്ലെ? കാരണം ഇതൊരു ഇസ്ലാമിക ഭരണകൂടമല്ല. പക്ഷെ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ നിയമങ്ങൾക്ക് എതിരെ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ശ്രദ്ധിക്കാം. സുബ്ഹാനല്ലാഹ്. പലപ്പോഴും രാജ്യത്തിന്റെ പല നിയമങ്ങളും അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ഇസ്ലാമിക നിയമത്തിനെതിരെ ആവുന്ന സാഹചര്യങ്ങൾ വരാറുണ്ട്. ഒരു ചെറിയൊരു ഉദാഹരണം പറയാം. നമ്മുടെ ഒരു നോർമൽ ഇൻഷുറൻസ് എന്ന് പറയുന്ന സംഭവം, നമ്മളെ നാട്ടിൽ നടപ്പുള്ള ഇൻഷുറൻസ് ഇസ്ലാമിക നിയമങ്ങൾക്കെതിരെയാണ്. ഇസ്ലാമിക് ഇൻഷുറൻസ് വേറെയുണ്ട്. ഓക്കെ, നമ്മളെ നാട്ടിലുള്ള ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഇസ്ലാമിക നിയമങ്ങൾക്കെതിരെയാണ്. എന്നാൽ പല സാഹചര്യങ്ങളിലും ഇൻഷുറൻസ് നിർബന്ധമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഒരു വണ്ടി എടുത്ത് ഓടിക്കണമെങ്കിൽ നമ്മൾ ഇൻഷുറൻസ് എടുക്കണം, അല്ലെ? അത് രാജ്യത്തിന്റെ നിയമമാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ അവിടെയൊക്കെ നമ്മൾ എന്താ ചെയ്യുക? പരമാവധി എങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ നിയമത്തിന് അനുസരിക്കാൻ പറ്റും നോക്കാം. ഈ വെഹിക്കിൾ ഇൻഷുറൻസിന്റെ കാര്യത്തിൽ നമുക്ക് ഇൻഷുറൻസ് എടുക്കാം, രാജ്യത്തിന്റെ നിയമമാണ്. അത് ഉപയോഗിക്കാതിരിക്കാം. ഓക്കെ, അതിന്റെ ബെനിഫിറ്റ്, അതിന്റെ പ്രയോജനം ഉപയോഗിക്കാതിരിക്കുമ്പോൾ നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ നിയമത്തിന് എതിരെ പോവാതിരിക്കുന്നവരായി. ഒരു ഉദാഹരണം പറഞ്ഞേ ഉള്ളൂ. അപ്പം ഇതുപോലെ നമ്മൾ ഒരു അനിസ്ലാമിക രാജ്യത്ത് ജീവിക്കുമ്പോൾ പലപ്പോഴും നിയമങ്ങള് അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് എതിരെയുള്ള നിയമങ്ങൾ രാജ്യത്തിന് ഉണ്ടാവും. പക്ഷെ നമ്മള് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ നിയമങ്ങൾക്ക് എതിരെ പോവാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ദുആ ചെയ്യുക, എപ്പോഴും പരമാവധി ദുആ ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് വേണ്ട ഇൽമ വേണ്ട സമയത്ത് നമ്മളിലേക്ക് എത്തിക്കും. അതിനുള്ള എളുപ്പം നമ്മൾ ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോട് കൂടി തേടിക്കഴിഞ്ഞാൽ അതിനുള്ള എളുപ്പവും നമ്മൾ എത്തിക്കും. അത് ബേജാറാവേണ്ട. അല്ലോ നമുക്ക് അറിയില്ലല്ലോ, നമ്മൾ എന്താന്ന് അറിയില്ലല്ലോ, ഒന്നും വിചാരിക്കേണ്ട. നമ്മൾ എപ്പോഴും വിചാരിക്കുക അൽ ഹാദി റബ്ബാണ്. റബ്ബിന്റെ ഡ്യൂട്ടിയാണ് നമുക്ക് ഹിദായത്ത് നൽകുക എന്നുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഹൃദയങ്ങളിൽ ഇഖ്ലാസ് ഉള്ളതാക്കുക, ഹിദായത്തിനെ ആത്മാർത്ഥമായി തേടിക്കൊണ്ടിരിക്കുക. ഹിദായത്ത് വന്നെത്തുമ്പം അത് പ്രാവർത്തികമാക്കാൻ വേണ്ടി ശ്രമിക്കുക. കുറേ ഇൽമ ഹിദായത്ത് കൂട്ടി വെച്ചിട്ട് അത് അമലാക്കാണ്ട്, അതോ എനിക്ക് ആ ഇൽമ കിട്ടിയില്ലല്ലോ ഈ ഇൽമ കിട്ടിയില്ലല്ലോ എന്നുള്ള ബേജാറാക്കണ്ട. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എത്തിയ ഇൽമ അമലാക്കലാണ് നമ്മളുടെ ഡ്യൂട്ടി. അത് അമലാക്കുമ്പോൾ വേണ്ട ഇൽമകൾ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളിലേക്ക് എത്തിച്ചോളൂ. അപ്പൊ ഇതൊന്നും കേട്ടിട്ട് ആരും അല്ലോ നിയമങ്ങളെ കാര്യത്തിൽ എന്താക്കുക വെച്ച് ബേജാറാവണ്ട. ഞാൻ വീണ്ടും വീണ്ടും പറയാണ്, ഹൃദയം ഇഖ്ലാസ് ഉള്ളതാക്കുക, റബ്ബിന്റെ അടുത്ത് ഹിദായത്ത് ചോദിക്കുക. റബ്ബ് ഹിദായത്ത് തരുമ്പോൾ അത് ഹിദായത്തുൽ ഇൽമി കിട്ടുമ്പോൾ ഹിദായത്തുൽ അമലി ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, ദുആ ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വതആല അടുത്ത ലെവലിലേക്ക് നമ്മളെ എത്തിച്ചോളും. അത്രയും മതി. വലിയ വലിയ ചിന്തകളൊന്നും വെച്ച് ആരും ബേജാറാവണ്ട. അപ്പം അള്ളാഹുവിന്റെ നിയമങ്ങൾക്ക് എതിരെ, അതായത് നിയമങ്ങൾ നമ്മളായിട്ട് ഡിഫൈൻ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ നിയമങ്ങൾ ഫോളോ ചെയ്യാതെ മനുഷ്യന്മാരുടെ നിയമങ്ങൾ, സൃഷ്ടികളുടെ നിയമങ്ങൾ ഫോളോ ചെയ്യുമ്പോൾ അതും തൗഹീദ് അൽ ഇബാദയിലുള്ള ശിർക്കാണ്. ഇതിപ്പോ നമ്മളുടെ മുസ്ലിം കൺട്രിയാണ്, മാറ്റി നിർത്താം. ഒരുപാട് മുസ്ലിം രാജ്യങ്ങൾ സുബ്ഹാനല്ലാഹ് അള്ളാഹുവിൻ്റെതല്ലാത്ത നിയമങ്ങൾ ഫോളോ ചെയ്യുന്നവരുണ്ട്. ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഇപ്പം ടുനീഷ്യ ഒരു മുസ്ലിം കൺട്രിയാണ്. അവിടെ അവര് പോളിഗമി, അതായത് ബഹുഭാര്യാത്വം നിയമം പ്രകാരം ഹറാമാക്കിയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഹലാലാക്കിയതിനെ ഹറാമാക്കുക ഒരു ഇസ്ലാമിക കൺട്രി. ഇത് തൗഹീദ് അൽ ഇബാദയിലുള്ള ശിർക്കാണ്. വേറെ പല രാജ്യങ്ങളും ആൽക്കഹോൾ പോലെയുള്ള ഹറാമായ കണ്ടന്റ്സ് ഉള്ള പ്രൊഡക്ട്സ്, അതായത് ആൽക്കഹോളിന്റെ കണ്ടന്റ് ഉള്ള പ്രൊഡക്റ്റുകൾ അതായത് ഇസ്ലാമിക രാജ്യങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്, വിൽക്കുന്നത് ഹലാലാക്കിയിട്ടുണ്ട്. ഇസ്ലാമിക രാജ്യത്ത് അള്ളാഹു സുബ്ഹാനഹു വതആലയുടേതല്ലാത്ത നിയമം കൊണ്ടുവരല് തൗഹീദ് അൽ ഇബാദയിലുള്ള ശിർക്കാണ്. വേറൊരു ഉദാഹരണം തുർക്കി രാജ്യമില്ലേ, അത് ഉസ്മാനി ഖിലാഫത്തിന്റെ കീഴിലുണ്ടായിരുന്ന രാജ്യമാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയാണ് പറയുന്നത്. ആ സമയത്താണ് കെമാലിസം എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് ഒരു കമാൽ എന്ന് പറയുന്ന ഒരു ഭരണാധികാരി വന്ന് അവിടുത്തെ നിയമങ്ങളെയൊക്കെ സെക്യുലർ ആക്കാൻ വേണ്ടിയിട്ട്, അതായത് മതേതര നിയമങ്ങളാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഒരുപാട് മോഡേൺ ആക്കി, ഡെമോക്രാറ്റിക് ആക്കിയിട്ട് ഫുൾ മതേതരം, ഇസ്ലാമികമല്ലാത്ത നിയമങ്ങളാക്കി മാറ്റി. അതിന്റെ ഭാഗമായിട്ട് വന്ന ഒരു നിയമമായിരുന്നു തുർക്കി ഗവൺമെന്റിന്റെ കീഴില്, അതായത് ഗവൺമെന്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന സ്ത്രീകൾക്ക് സ്കാർഫ് ഇടാൻ, അതായത് തല മറച്ചിട്ട് ജോലി സ്ഥലത്ത് വരാൻ പാടില്ല എന്നുള്ളത്. അപ്പം ഒരു ഇസ്ലാമിക ഭരണകൂടത്തിന്റെ കീഴിലുണ്ടായിരുന്ന ഒരു രാജ്യത്ത് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ നിയമത്തിന് എതിരെയുള്ള നിയമം കൊണ്ടുവരാം. സുബ്ഹാനല്ലാഹ്. ഇതൊക്കെ തൗഹീദ് അൽ ഇബാദയിൽ ശിർക്ക് വരുന്നതിനുള്ള ഉദാഹരണങ്ങളാണ്. ഓക്കെ, ഈ ഒരു നിയമം പിന്നീട് തുർക്കിയിൽ പാർഷ്യലി അവർ റിമൂവ് ചെയ്തിട്ടുണ്ട്, ഈ തലമറയ്ക്കാൻ പാടില്ല എന്നുള്ളത്. എന്നാലും പകുതി അവിടെ ഉണ്ട്. അതുപോലെ തുർക്കിയിലുള്ള സ്ത്രീകൾ ബ്യൂട്ടി കോൺടെസ്റ്റുകളിൽ എൻട്രി ചെയ്യാൻ തുടങ്ങി. അങ്ങനെയുള്ള നിയമങ്ങളൊക്കെ, അതായത് മതേതര രാജ്യമാക്കാനുള്ള രീതിയിൽ നിയമങ്ങൾ മാറ്റി കൊണ്ടുവന്നു എന്നുള്ളതാണ് ഇവിടെ ഈ കേസിൽ ഇതൊരു ഉദാഹരണമായിട്ട് മാറുന്നത്. അപ്പം ഇത് ശരിക്കും നമ്മുടെ ഉമ്മത്തിന്റെ മേലുള്ള വലിയൊരു ടെസ്റ്റും കൂടെയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ നിയമങ്ങൾ എന്ന് പറയുന്നത് എന്നേക്കും
ലോകാവസാനം വരെ നിലനിൽക്കുന്നതും ഏത് സമൂഹത്തിനും ആപ്ലിക്കബിൾ ആയിട്ടുള്ള നിയമങ്ങളാണ്. ഖുർആൻ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക സമുദായത്തിന് അല്ലെങ്കിൽ അന്നത്തെ കാലത്തെ അറേബ്യയിലേക്ക് മാത്രം ഇറങ്ങിയ നിയമങ്ങളല്ല ഖുർആൻ. ഖുർആൻ എന്ന് പറയുന്നത് സൃഷ്ടാവായ അള്ളാഹുവിന് അറിയാം എന്റെ സൃഷ്ടികൾക്ക് ഇതിനെ എവിടം വരെ പാലിക്കാൻ പറ്റും, അത് ലോകാവസാനം വരെ പാലിക്കാൻ പറ്റും എന്നറിഞ്ഞുകൊണ്ട് റബ്ബ് നൽകിയ നിയമങ്ങൾ അല്ലെ. അപ്പം നമ്മൾ ഫിത്നയിൽ അകപ്പെട്ടിട്ടല്ലോ ഇത് പറ്റൂല അത് പറ്റൂല എന്നാ പിന്നെ നിയമമേ അങ്ങ് മാറ്റിക്കളയാന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ തൗഹീദിൽ നിന്ന് വഴിതെറ്റിപ്പോലാണ്. ഖുർആൻ പ്രത്യേകം എടുത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. സൂറത്ത് തൗബയില് 31-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, ഇത്തഖദു അഹ്ബാറഹും വറഹ്ബാനഹും അർബാബൻ മിൻ ദൂനില്ലാഹ്. അവർ വേദക്കാർ തങ്ങളുടെ പണ്ഡിതന്മാരെയും പുരോഹിതന്മാരെയും അള്ളാഹുവിന് പുറമെ റബ്ബുകളാക്കിയിരിക്കുന്നു. ഈ ഒരു ആയത്തിനെ കുറിച്ച് ഒരു ഹദീസ് തിർമിദിയിൽ വന്ന അൽബാനി ഹസനാക്കിയിട്ടുള്ള ഒരു ഹദീസാണ്. അദീബിന് ഹാത്തിമു ത്വായി റളിയല്ലാഹു അൻഹു, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട്, അദ്ദേഹം ഇസ്ലാമിന് മുമ്പ് ക്രിസ്ത്യാനിയായിരുന്നു. അപ്പം ഈ ഒരു ആയത്തിൽ പറയുന്നത് കേട്ടല്ലോ അല്ലെ, അതായത് അവരുടെ പുരോഹിതന്മാരെ പണ്ഡിതന്മാരെയും അവർ റബ്ബാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞത് കേട്ടപ്പോൾ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കും, നബിയെ ഞങ്ങൾ അവരെ റബ്ബുകളാക്കി ആരാധിക്കുന്നില്ലല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് അവരെ റബ്ബാക്കി എന്ന് പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, അതെ, അള്ളാഹു അനുവദിച്ചതിനെ അവർ വിരോധിച്ചാലും അള്ളാഹു വിരോധിച്ചതിനെ അവർ അനുവദിച്ചാലും നിങ്ങൾ അവരെ പിൻപറ്റുന്നില്ലേ അല്ലേ? അത് നിങ്ങളുടെ പണ്ഡിതന്മാരല്ലെങ്കിൽ പുരോഹിതന്മാരെ അള്ളാഹു ഹലാലാക്കിയതിനെ ഹറാമാക്കുകയും ഹറാമാക്കിയതിനെ ഹലാലാക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ അതിനെ ഫോളോ ചെയ്യുന്നില്ലേ? ഉണ്ട്. അനുവദനീയമായും നിങ്ങൾ കണക്കാക്കാറില്ലേ? ഉണ്ട്. അത് തന്നെയാണ് അവർക്കുള്ള ആരാധന. അപ്പൊ നിയമങ്ങളെ മാറ്റല് അവരെ ആരാധിക്കലാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ അവരുടെ കാര്യത്തില് അവരുടെ പുരോഹിതന്മാര് വിവാഹം കഴിക്കാൻ പാടില്ല എന്നല്ലേ? സുബ്ഹാനല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ നിയമത്തിനെ അള്ളാഹു ഹലാലാക്കിയതിനെ അവർ ഹറാമാക്കിയതാണ്. അതുപോലെ ഒരുപാട് ഒരുപാട് നിയമങ്ങൾ അവരുടെ കേസിലുണ്ടായിരുന്നു. അവരുടെ റബ്ബായികൾ, അവരുടെ പുരോഹിതന്മാര് അല്ലെങ്കിൽ പണ്ഡിതന്മാര് പറഞ്ഞത് അവർ ഫോളോ ചെയ്തു. അതുവഴി അള്ളാഹു സുബ്ഹാനഹു തആല കൊണ്ടുവന്ന നിയമത്തിനെ അവർ തിരസ്കരിച്ചു. അപ്പം ഇത് അവരെ ആരാധിക്കലാണെന്നാണ് പറയുന്നത്. നമുക്ക് ഒരുപാട് സൊസൈറ്റി റൂളുകളുണ്ട് അല്ലെ, സമൂഹത്തിന്റെ റൂളുകളുണ്ട്. നമ്മൾ സമൂഹത്തിന്റെ റൂളുകൾ, അതായത് ഒരു നാട്ടു നടപ്പ്, അതൊന്നും ഫോളോ ചെയ്യുന്നതിൽ തെറ്റില്ല. അത് തെറ്റാവുന്നത് എപ്പോഴാന്ന് വെച്ചാൽ അത് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ നിയമത്തിന് എതിരെ പോകുമ്പോഴാണ് സമൂഹത്തിന്റെ നിയമങ്ങൾ ഫോളോ ചെയ്യൽ തെറ്റാവുന്നത്. ഓക്കെ, ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മളുടെ നാട്ടിൽ അല്ലെ. ഒരു കുഞ്ഞുദാഹരണം പറയും. ഇപ്പൊ ഇന്നത്തെ കാലത്ത് ഈ നിക്കാഹ് കഴിച്ചിട്ട് കുറെ കാലം കഴിഞ്ഞിട്ട് കല്യാണം കഴിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടല്ലോ. അപ്പം നിക്കാഹ് കഴിഞ്ഞ ഈ കപ്പിള് മാരേജ് റിസപ്ഷൻ നടന്നിട്ടില്ല എന്നുള്ളതിന്റെ പേരിൽ കുറേ കാലങ്ങളോളം അകന്ന് ജീവിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം. അവരുടെ സ്വന്തം ഇഷ്ടത്തോടെയാണ്, അവർക്ക് എന്തെങ്കിലും പ്രത്യേക ഒരു റീസൺ ഉണ്ട്, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും സ്റ്റഡീസ് കംപ്ലീറ്റ് ചെയ്യാനുണ്ടെന്നൊക്കെ ആ ഭാര്യയുടെയും ഭർത്താവിന്റെയും ഇഷ്ടത്തോടു കൂടിയാണെങ്കിൽ ഓക്കെ. പക്ഷേ റിസപ്ഷൻ കഴിയാണ്ട് നിങ്ങൾ ഒന്നിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ സമൂഹം എന്ത് പറയും എന്നുള്ളതിന്റെ പേരിൽ, അല്ലെങ്കിൽ സമൂഹത്തിന്റെ നിയമത്തിന്റെ പേരിൽ ഇങ്ങനെ ഒരു നിയമം അവരുടെ മേൽ അടിച്ചേൽപ്പിക്കുകയാണെങ്കിൽ, സമൂഹമാകുന്ന ഗവൺമെന്റിന്റെ നിയമം അടിച്ചേൽപ്പിക്കുകയാണെങ്കിൽ അത് തൗഹീദുൽ ഇബാദയിലുള്ള ഷിർക്കാണ്. ഓക്കെ, അള്ളാഹുവിന്റെ നിയമങ്ങൾക്കെതിരായി സമൂഹത്തിന്റെ നിയമങ്ങൾ എതിരായിട്ട് വരുമ്പോഴാണ് കേട്ടോ. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ നിയമങ്ങൾക്ക് എതിരല്ല എന്നുണ്ടെങ്കിൽ സമൂഹം ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നതിൽ, അല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. ഓക്കെ, പിന്നെ വേറെ പ്രത്യേകിച്ച് നമ്മളുടെയൊക്കെ സമൂഹത്തിൽ ഇന്ന് കുറച്ചധികം വരുന്ന വേറൊരു കാര്യമാണ്, അതായത് ഈ നമ്മളെ കുടുംബങ്ങളിൽ അല്ലെ, കുടുംബങ്ങളിൽ ദാമ്പത്യ പ്രശ്നങ്ങളിൽ അങ്ങനെയുള്ള പല കാര്യങ്ങളിലും പ്രശ്നങ്ങൾ വരുമ്പം നമ്മൾ പലപ്പോഴും മീഡിയേറ്റേഴ്സിനെ കൊണ്ടുവരാറുണ്ട് അല്ലെ, ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു പ്രശ്നത്തിൽ അല്ലെ രണ്ട് ഭാഗവും കേട്ട് ഒരു പരിഹാരം പറഞ്ഞ് ഇന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ വേണ്ടി ഒരു കൺക്ലൂഷനൊക്കെ എത്താൻ വേണ്ടിയിട്ട് അല്ലെ. സുബ്ഹാനല്ലാഹ്. അത് ഇസ്ലാമിലെ സുന്നത്ത് തന്നെയാണ് ആ കാര്യം. ഓക്കെ, അത് എന്ത് കാര്യത്തിലാണെങ്കിലും, ഒരു അനന്തരാവകാശ സ്വത്തിന്റെ കാര്യമാവും, ചിലപ്പം ബിസിനസ്സിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളതിന്റെ പേരിലാവും, ദാമ്പത്യ പ്രശ്നമാവാം, കുടുംബ കലഹങ്ങളാവാം. ഓക്കെ, പക്ഷെ പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വരുന്ന അല്ലെങ്കിൽ നമ്മൾ വിളിക്കുന്ന ആളുകൾ, അവർ ചിലപ്പം സമൂഹത്തിൽ ഒരു നിലയും വിലയുള്ള ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ പള്ളി കമ്മിറ്റി എന്നുള്ള ആളുകളായിരിക്കും, അല്ലെങ്കിൽ നാട്ടിലെ കുറച്ച് റിച്ച് ആയിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള ആളുകൾ, ഇനിയിപ്പോ കുടുംബത്തിലെ തന്നെ അല്ലെ കാരണവന്മാരായിരിക്കും.
പക്ഷെ അവർ പലപ്പോഴും വന്നിട്ട് ഈ നിർണയിക്കുന്ന ഈ വിധികൾ, അവർ പറയുന്ന ഈ വിധികൾ അറിവില്ലായ്മയുടെ പേരിലായിരിക്കും അല്ലേ. സുബ്ഹാനല്ലാഹ്. അവർക്ക് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ നിയമങ്ങളോ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ വിധിവിലക്കുകളോ അറിയാതെയായിരിക്കും പലപ്പോഴും അവർ അവിടെ ഒരു നീതി കൊടുക്കുന്നത്. ചിലപ്പം കംപ്ലീറ്റ് അനീതി ആയിരിക്കും. സുബ്ഹാനല്ലാഹ്. പലപ്പോഴും അള്ളാഹു സുബ്ഹാനഹു തആലയുടെ നിയമങ്ങൾക്ക് എതിരായിട്ടുള്ള ഒരു വിധിയായിരിക്കും പലപ്പോഴും അവരുടെ അറിവുകേടിന്റെ പേരിലാണ് അത് ചെയ്യുന്നത് എങ്കിൽ പോലും അവർ പലപ്പോഴും അങ്ങനെയുള്ള ഒരു വിധിയായിരിക്കും നിർണ്ണയിക്കുന്നത്. തിർമിദിയില് വന്ന തിർമിദിയിലും അൽ ഹാക്കിമിലും വന്ന ഒരു റിപ്പോർട്ടുണ്ട്. ഹാക്കിം ഹാക്കിമും അദ്ഹാബിയും സഹീഹാക്കിയ ഒരു ഹദീസാണ്. അതിനകത്ത് പറയുന്നുണ്ട് 3 തരത്തിലുള്ള ജഡ്ജുകളാണ് ഉള്ളത്. അതിൽ 2 തരത്തിലുള്ള ആളുകൾ നരകത്തിലായിരിക്കും, ഒരാള് സ്വർഗത്തിലായിരിക്കും. ജഡ്ജ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിന്റെ 2 വശങ്ങളും കേട്ട് നിയമപ്രകാരം, ഇസ്ലാമിന്റെ ശരിയ നിയമപ്രകാരം ഒരു വിധി നിർണ്ണയിക്കുന്ന ആളാണ് ജഡ്ജ്. അല്ലാതെ ഒരു LLB പഠിച്ച് കോർട്ടിലിരിക്കുന്ന ജഡ്ജിനെ കുറിച്ചല്ല പറയുന്നത് കേട്ടോ. അപ്പം 2 കൂട്ടരും നരകത്തിലും ഒരാള് സ്വർഗത്തിലും ആയിരിക്കും. അതില് നരകത്തിലുള്ള ഒന്നാമത്തെ ആളെന്ന് പറയുന്നത് ഒരാള് അനീതി വിധിച്ച് അറിഞ്ഞുകൊണ്ട്, അതായത് തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ടും അയാൾ അനീതി വിധിച്ച്. 2 കൂട്ടര് വന്ന് ഒരു കൂട്ടരെ ഫേവർ ചെയ്യണം, അയാൾക്ക് തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ടും അവർ പറഞ്ഞതാ ശരി എന്ന് പറഞ്ഞിട്ട് വിധിച്ചു കഴിഞ്ഞാൽ അയാളുടെ സ്ഥാനം നരകത്തിലാണ്. ജഡ്ജാണെങ്കിൽ. ഇനി രണ്ടാമത്തത്, ഇതേപോലെ ഇയാള് ഒരു കൂട്ടർക്ക് വേണ്ടി നിയമം അല്ലെങ്കിൽ നീതി വിധിച്ച് മറ്റൊരു കൂട്ടരുടെ അവകാശങ്ങൾ അത് കാരണം നഷ്ടപ്പെട്ട്, പക്ഷെ അറിവില്ലായ്മയുടെ പേരിലാണ്. ഇയാൾക്ക് അറിയൊന്നുമില്ല, ഇയാൾക്ക് ഇതിന്റെ പിന്നിലുള്ള നിയമങ്ങളും അറിയൂല, അറിയാതെ ഇയാൾ വിധിച്ചതിന്റെ പേരിൽ ഒരു കൂട്ടരുടെ അവകാശങ്ങൾ പിടിച്ചു വെക്കപ്പെട്ടെങ്കിൽ അയാളും നരകത്തിലാണ്. സുബ്ഹാനല്ലാഹ്. ഇനി മൂന്നാമത്തെ ആള് സത്യം ഹക്ക് പോലെ ന്യായം പോലെ വിധിച്ച ആള്, അറിഞ്ഞുകൊണ്ട് ന്യായം വിധിച്ച ആള്, അയാള് സ്വർഗത്തിലാണ്. അപ്പൊ അറിഞ്ഞുകൊണ്ട് അനീതി വിധിച്ചാലും അറിയാതെ അനീതി വിധിച്ചാലും ജഡ്ജ് ആണെങ്കിൽ നരകത്തിലാണെന്നാണ് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. അൽ മഅസൂ അൽ ഫിഖ്ഹിയ എന്ന ഗ്രന്ഥത്തില് പറയുന്ന വേറൊരു കാര്യമുണ്ട്. അതായത് ജഡ്ജിമാരുടെ കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ഭയങ്കര ഹൈ ലെവല്, വളരെ അതിന്റെ ആ ഒരു ഗുണം, അവർ ചെയ്യുന്ന ഒരു പ്രവൃത്തിയുടെ ശ്രേഷ്ഠത കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പ്രതിഫലം പറയുന്നുണ്ട്. അതായത് അവര് തെറ്റ് ചെയ്തു, അവര് വിധിക്കുന്നത് തെറ്റാണെങ്കിൽ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഒരു പ്രതിഫലം കൊടുക്കും. അവര് ചെയ്യുന്നത് ശരിയാണെങ്കിൽ 2 പ്രതിഫലം കൊടുക്കും. അത് തെറ്റാണെങ്കിലും ഒരു പ്രതിഫലം കൊടുക്കും എന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ കഴിവിന്റെ പരമാവധി അതിൽ വേണ്ട രീതിയിൽ ചിന്തിച്ച് എൽമുകൾ എടുത്ത് ശരിയാത്ത് എന്താണെന്ന് മനസ്സിലാക്കി കാര്യങ്ങൾ 2 സൈഡിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഒരു കാര്യം നല്ല നിയത്തോടു കൂടി വിധിച്ചു കഴിഞ്ഞാൽ അയാൾക്കൊരു പ്രതിഫലമുണ്ട്. അത് അറിഞ്ഞ് കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി 2 ഭാഗത്തെ ശ്രദ്ധിച്ച് നീതി എന്താന്ന് നോക്കിയിട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എന്നാലും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സന്നിധിയിൽ തെറ്റായി പോയാലും അദ്ദേഹത്തിന് ഒരു പ്രതിഫലമുണ്ട്. കാരണം അത്രയും എഫേർട്ട് എടുക്കേണ്ട ഒരു കാര്യമാണത്. എന്നാൽ ഒരാള് ഇപ്പൊ ഇതേപോലെ ഈ എഫേർട്ടൊക്കെ എടുത്തിട്ട് ഒരു നിയമം വിധിച്ചു കഴിഞ്ഞിട്ട് അത് ശരിയാണെങ്കിൽ അയാൾക്ക് 2 പ്രതിഫലമുണ്ട്. മുത്തഫഖു അലൈഹി ആയിട്ടുള്ള ഹദീസാണ്. അപ്പം അത്രയ്ക്കാണ് അവരുടെ ആ ഒരു സ്റ്റേറ്റസ്, ആ കാര്യത്തിൽ അവർ ചെയ്യുന്ന കാര്യത്തിന്റെ ആ ഒരു എഫേർട്ടിന്റെ ക്വാളിറ്റി അത്രക്കാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം ഇത്തരം ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ നിയമത്തിന് എതിരെ നമ്മൾ നിയമം വിധിക്കുന്ന സാഹചര്യങ്ങൾ വരാറുണ്ട്. എതിരെയുള്ള നിയമങ്ങൾ നമ്മൾ ഫോളോ ചെയ്യുന്ന സാഹചര്യങ്ങൾ വരാറുണ്ട്. ഇത് തൗഹീദ് അൽ ഇബാദയിലുള്ള ശിർക്കാണ്. പിന്നെ ഇതല്ലാതെ സെക്കൻഡറി ആയിട്ടുള്ള പല കാര്യങ്ങൾ, ഇപ്പോൾ നമ്മൾ കുട്ടികൾ സ്കൂളിൽ പോകണം, റോഡ് റെഡ് സിഗ്നൽ കണ്ട വണ്ടി നിർത്തണം, ഇതൊന്നും ഇസ്ലാമിലെ നിയമങ്ങളുള്ള കാര്യങ്ങളല്ല, അള്ളാഹു സുബ്ഹാനഹു തആലയുടെ നിയമത്തിനെതിരെ പോകുന്ന കാര്യങ്ങളുമല്ല. അപ്പം അത്തരം കാര്യങ്ങളിൽ നമ്മൾ എന്താക്കണം, രാജ്യത്തിന്റെ നിയമം പാലിക്കണം. അള്ളാഹ് അങ്ങനെ നിയമം പറഞ്ഞില്ല അതുകൊണ്ട് പാലിക്കൂല എന്ന് പറയാൻ വകുപ്പില്ല. കാരണം അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കുക, പ്രവാചകനെ അനുസരിക്കുക, നിങ്ങളുടെ മേൽ അധികാരമുള്ളവരെ അനുസരിക്കുക. അത് സമൂഹത്തില് പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ സമൂഹത്തിൽ അപകടങ്ങളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അത് ആവശ്യമാണ്. അതായത് ഇസ്ലാമിക നിയമത്തിന് എതിരെ പോവാത്ത രാജ്യത്തിന്റെ നിയമങ്ങൾ നമ്മൾ അനുസരിക്കുകയും വേണം. കാരണം അത് അധികാരികൾ അവരൊരു നിയമം കൊണ്ടുവരുന്നത് അത് ആ നാടിന്റെ നന്മയ്ക്കായിരിക്കും. ആ നന്മ നിലനിർത്തണമെങ്കിൽ നമ്മൾ അത് അനുസരിക്കുകയും വേണം.
ഈ അടുത്ത് ഒരു ഫ്ലയർ കാണാണ്ടായി. ഭയങ്കര വിഷമം തോന്നി അത് കണ്ടപ്പോൾ. ഒരു ഡിസ്കഷൻ വെക്കാണ്. എനിക്കൊന്ന് നമ്മളെ നാട്ടിൽ എവിടെയോ തന്നെയാണ്, കോഴിക്കോടാണോ എന്ന് എനിക്കറിയില്ല. ഇസ്ലാമിക ശരിയ റൂളുകൾ പലതും മാറ്റുന്നതിനെ കുറിച്ചുള്ള സംസാരം, ഒരു ഡിസ്കഷൻ. കുറേ ആളുകൾ, വലിയ വലിയ ആളുകൾ കൂടിയിട്ട്, ചിലപ്പം ചില ആൾക്കാർ അതിനെ പ്രതികൂലിച്ച് സംസാരിക്കാനുള്ളവരും ആയിരിക്കാം, അള്ളാഹു ആലം. അതായത് അനന്തരാവകാശ സ്വത്തിൽ ഒരുപാട് തെറ്റുകളുണ്ട്. ഇന്നത്തെ സമൂഹത്തിൽ നടക്കാത്ത പല കാര്യങ്ങളും, പലർക്കും അനീതിയാണ് അത് കാരണം കിട്ടുന്നത്. അതുകൊണ്ട് അതൊക്കെ മാറ്റാനുള്ള സമയമായി എന്ന് പറഞ്ഞിട്ട്. സുബ്ഹാനല്ലാഹ്. ഇതൊക്കെ തൗഹീദുൽ ഇസ്ലാമിന്റെ ഫണ്ടമെന്റൽ വിശ്വാസത്തിൽ തന്നെയാണ് പ്രശ്നം വരുത്തുന്നത് എന്ന് നമുക്ക് അറിയുന്നില്ല അല്ലെ. അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ. അപ്പം തൗഹീദ് എന്ന് പറയുന്നത് അല്ലെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഏകത്വം നിലനിർത്തലാണ്. നമ്മളുടെ എല്ലാ കാര്യങ്ങളിലും, നമ്മളുടെ എല്ലാ കാര്യങ്ങളും എന്താണ്? ഇബാദത്താണ്. അപ്പം എല്ലാത്തിലും അള്ളാഹുവിന്റെ ഏകത്വം നിലനിർത്തലാണ് തൗഹീദ് അൽ ഇബാദ. അപ്പൊ നമ്മൾ ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും ശ്രദ്ധിക്കണം അല്ലെ. നമ്മളൊരു വസ്ത്രം ധരിക്കുമ്പോൾ, നമ്മൾ ഏതെങ്കിലും ഒരാൾക്കാരെ എന്തെങ്കിലും കാര്യത്തിന് ഇമിറ്റേറ്റ് ചെയ്യുമ്പോൾ അവിടെ എവിടെയെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമത്തിനെതിരെ പോകുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഇമിറ്റേഷൻ വേണ്ട. ഫാഷൻ ആയിക്കോട്ടെ, എന്ത് ട്രെൻഡ് ആയിക്കോട്ടെ അല്ലേ. പലതും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമത്തിനെതിരെ പോവാത്ത ഫാഷനുകളുണ്ട്, ട്രെൻഡുകളുണ്ട്, കുഴപ്പമില്ല. പക്ഷെ എവിടെയെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമത്തിനെതിരെ പോണേ, അള്ളാഹുവിനോടുള്ള ഇഷ്ടത്തിനേക്കാൾ സൃഷ്ടികളോടുള്ള ഇഷ്ടം വരുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ഇമിറ്റേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാം. നമ്മൾ അമുസ്ലിങ്ങളിൽ നിന്ന്, അവിശ്വാസികളിൽ നിന്ന് നമ്മളെ വ്യത്യസ്തമാരായിട്ട് കാണണം. അതിനനുസരിച്ച് നമ്മൾ ജീവിക്കുകയും വേണം. പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളും അതിനകത്ത് എന്താ ഇബാദത്താ ഉള്ളത് നമുക്ക് തോന്നിയേക്കാം. പക്ഷെ എല്ലാത്തിലും ഇബാദത്തിന്റെ ഒരു എലമെന്റ് ഉണ്ട്. അതാണ് ഇസ്ലാമിന്റെ ഭംഗി. അതാണ് നമ്മളെ എന്തിന് എളുപ്പാക്കുന്നത്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിപ്പിന്റെ ഉദ്ദേശം പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇബാദത്ത് ചെയ്യാനല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല. അതായത് എല്ലാ സമയവും ഇബാദത്ത് ചെയ്യേണ്ടവരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ എല്ലാത്തിലും നമുക്ക് ഇബാദത്ത് ഉണ്ട്. അപ്പം ഓരോ കാര്യത്തിലും നമുക്ക് തൗഹീദ് ഉണ്ട് അല്ലേ. നമ്മളെ ജീവിതത്തിൽ തൗഹീദ് ഇല്ലാത്ത ഒരു നിമിഷം പോലും ഇല്ല. ആ തൗഹീദ് അൽ ഇബാദയിലാണ് എപ്പോഴും റിഫ്ലക്ട് ചെയ്യേണ്ടത് അല്ലേ. തൗഹീദ് അൽ റുബൂബിയ്യ നമ്മുടെ ഉള്ളിൽ ജന്മനാ ഉള്ളതാണ്. തൗഹീദ് അൽ അസ്മാ വസിഫാത്ത് നമ്മൾ ഇൽമ കൊണ്ട് നേടുന്നതാണ്. തൗഹീദ് അൽ ഇബാദ അത് ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളും റിഫ്ലക്ട് ചെയ്യുന്ന ഒരു ഏരിയയാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട്. നമ്മളുടെ ദീനിന് എല്ലാ കാര്യത്തിലും ഗൈഡൻസ് ഉണ്ട്. എല്ലാത്തിലും നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ പോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇങ്ങനെ ചെയ്യണ്ടേ എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ് അല്ലേ. നമ്മൾ ഖുർആൻ ഇത്രയും മനസ്സിലാക്കിയപ്പോൾ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടി. ഇനി എന്തെല്ലാം ഉണ്ടാവും അതിനകത്ത് ട്രഷേഴ്സ് ആയിട്ടല്ലേ ഖുർആനകത്ത്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് ഏറ്റവും പ്രിയപ്പെട്ട അടിമകളായിട്ട് അവന്റെ നിയമങ്ങളെല്ലാം അനുസരിച്ചുകൊണ്ട്, അവന്റെ നിയമങ്ങൾക്ക് മേലെ വേറൊന്നും കൊണ്ടുപോകാതെ, അവനോടുള്ള ഇഷ്ടത്തിന് മേലെ വേറെ ആർക്കും ഇഷ്ടം കൊടുക്കാതെ, അവന് ഏറ്റവും തൃപ്തിയുള്ളവരായി ജീവിച്ചു മരിക്കാനും തൗഹീദിന്റെ ഏറ്റവും പൂർണ്ണമായ ഒരു ഭാവമുണ്ട് അല്ലെ. അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല വിചാരണ കൂടാതെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്ന ഒരു കൂട്ടര്. അക്കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ മക്കളെയും നമ്മുടെ വരുന്ന തലമുറകളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ പൂർവികന്മാർക്ക് അവർ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തുമാപ്പാക്കി കൊടുക്കട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്കും നമ്മുടെ പൂർവികന്മാർക്കും എല്ലാം അവരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതേപോലെ തൗഹീദിന്റെ ആളുകളായിട്ട് അവിടെ നമ്മളുടെ കൂടെ ഒരുമിച്ച് കൂട്ടട്ടെ. ആമീൻ. اللهم إني أعبدك. اللهم إني أعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها. اللهم جدد الإيمان في قلبي. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم اغفر للمسلمين والمسلمات والمؤمنين والمؤمنات الأحياء منهم والأموات. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. أقول قولي هذا واستغفر الله لي ولكم ولسائر المسلمين فاستغفره إنه هو الغفور الرحيم. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. الحمد لله. عليكم السلام ورحمة الله وبركاته. جزاك الله خير. جزاك الله خيرا.